പ്രിയപ്പെട്ടവരെ, ഇന്ന് ജനുവരി 23 വെള്ളിയാഴ്ച നാട്ടിലേക്ക് കാശയച്ച ആരെങ്കിലും ഉണ്ടോ? UAE നിന്ന് ഒരു ദിർഹത്തിന് 25 മുകളിൽ കിട്ടിയ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടണം. ഇന്നിതാ വ്യാപകമായി ചരിത്രത്തിലെ ഏറ്റവും വില കുറഞ്ഞ ദിവസമായി, ഇന്ത്യൻ രൂപയുടെ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ മൂല്യമുള്ള ദിവസമായി മാറിയിരിക്കുന്നു ജനുവരി 23, 2026 ഈ വെള്ളിയാഴ്ച. ഒരു ദിർഹത്തിന് പലരും പല റേറ്റാണ് കാണിക്കുന്നത്. അതാണ് ചോദിച്ചത്, 25 രൂപയ്ക്ക് മുകളിൽ വിനിമയ മൂല്യം കിട്ടിയ ആരെങ്കിലും ഉണ്ടോ? ചില ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ 25.11, 25.12, 24.97, 24.94, അതിൽ തന്നെ അയക്കാൻ വേണ്ടി പലരും ഫ്രീ, പലർക്കും 5 ദിർഹം ചാർജ് എന്നിങ്ങനെയുള്ള രൂപത്തിൽ പോകുമ്പോൾ എത്ര പേർ അത് ഉപയോഗപ്പെടുത്തി? ഒരുപാട് കാരണങ്ങൾ അതിനു വേണ്ടി പറയാനുണ്ടാവും. ഏതായാലും കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഇന്ത്യൻ രൂപയുടെ വിനിമയ മൂല്യം ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. പ്രവാസികൾക്ക് നമുക്ക് പെട്ടെന്നൊരു ആഹ്ലാദം തോന്നാമെങ്കിലും ആത്യന്തികമായി സന്തോഷിക്കാനുള്ള വക നൽകുന്നതല്ല നമ്മുടെ നാടിൻ്റെ കറൻസിയുടെ മൂല്യച്യുതി എന്ന് പറയുന്നത്. ഏതായാലും എത്രയും വേഗം നമ്മുടെ കറൻസി കൂടുതൽ ധന്യമാകുന്ന വില നിലവാരത്തിലേക്ക് മാറട്ടെ. നമ്മളെപ്പോഴും ഈ വിദേശത്തു നിന്നുള്ള സാധനങ്ങൾ, പെട്രോളടക്കമുള്ളവ വാങ്ങാൻ വേണ്ടി ഡോളറിന് വേണ്ടി ഓടുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ രാജ്യം പോലെ ഏതൊരു രാജ്യത്തിനും ഇമ്പോർട്ടിനെ ആശ്രയിച്ച് കഴിയുന്ന രാജ്യങ്ങൾക്കെല്ലാം ഉണ്ടാകുന്ന ദുരന്തങ്ങളാണ് ഇതെല്ലാം എന്ന് മനസ്സിലാക്കണം. താൽക്കാലികമാവട്ടെ ഇതെല്ലാം, എന്നിട്ട് ശക്തി പ്രാപിക്കുന്ന ഒരു കറൻസിയിൽ എത്രയും വേഗം നമ്മൾ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ട്രംപിൻ്റെ മരുമകൻ കുഷ്നർ, അദ്ദേഹം 9 മിനിറ്റിൽ അവതരിപ്പിച്ച ന്യൂ ഗസ ന്യൂ റഫ പ്ലാൻ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. 3000 കോടി ഡോളർ ചിലവഴിച്ചുകൊണ്ട് ഗസയെ മാറ്റിമറിക്കുന്ന, വികസനത്തിലേക്ക് കൊണ്ടുപോകുന്ന, ടൂറിസത്തിന് വേണ്ടി ലോകം ആശ്രയിക്കുന്ന, ഇൻഡസ്ട്രികൾ കൊണ്ട് സജീവമാകുന്ന, ജീവിതം ധന്യമാകുന്ന ഒരു പ്രദേശമാക്കി ഗസയെ മാറ്റുക എന്നത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മരുമകൻ ഇങ്ങനെ ഒരു പദ്ധതി തയ്യാറാക്കി ദാവോസിൽ അവതരിപ്പിച്ച് എല്ലാവരുടെയും കയ്യടി വാങ്ങി പ്രാക്ടിക്കലായി നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നത്. 3000 കോടി ഡോളർ ഇതാര് കൊടുക്കും? ട്രംപ് ഏതായാലും കാശിടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഒരു ഐഡിയ മുന്നോട്ട് വെച്ചു. ഈ സമാധാന പരിപാലന സേനയായി രൂപീകരിക്കുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ടല്ലോ, ആ രാജ്യങ്ങളെല്ലാം ഇതിൽ മെമ്പർഷിപ്പ് കിട്ടണമെങ്കിൽ, പ്രസ്റ്റീജിയസ് ആയിട്ട് തങ്ങളുടെ രാജ്യം നിലകൊള്ളണമെങ്കിൽ 100 കോടി ഡോളർ വെച്ച് നൽകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. 60-ലധികം രാജ്യങ്ങൾക്ക് അദ്ദേഹം കത്തെഴുതിയിട്ടുണ്ട്. 2 ഡസൻ രാജ്യങ്ങൾ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. 30 രാജ്യങ്ങൾ സംബന്ധിച്ചാൽ 3000 കോടി ഡോളർ ആവും. ഇതെല്ലാം കണക്കൂട്ടി മുന്നോട്ട് പോകുമ്പോൾ ഐക്യരാഷ്ട്രസമിതി എന്നുള്ള പ്രസ്ഥാനം പിന്നെ എന്തിനിരിക്കുന്നു? ഈ പുതിയ സമാധാന സേനയാണോ ഇനിയിപ്പോൾ കാര്യങ്ങളിങ്ങനെ നോക്കുന്നത്? എന്താണ് ഇങ്ങനെ എന്ന് നെറ്റി ചൊളിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്. അതൊരു വിവാദമായി ഭാവിയിൽ മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ UN സുരക്ഷാ കൗൺസിൽ ഇക്കാര്യത്തിൽ വലിയ അംഗീകാരമൊന്നും കൊടുത്തിട്ടില്ല. ഒരല്പം അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അങ്ങനെയല്ല, എല്ലാവരും ഒന്നിച്ചു ചേർന്നുകൊണ്ടുള്ള മുന്നോട്ട് പോക്കാണ് ഉദ്ദേശിക്കുന്ന ട്രംപ് വ്യക്തമാക്കിയിട്ടുമുണ്ട്. കാത്തിരുന്ന് കാണേണ്ട വിഷയമാണിത്. 2-3 ദിവസമായി UAEയിൽ ശക്തമായ തണുപ്പാണല്ലോ. അതിൻ്റെ കാരണം അന്വേഷിച്ച് പോയ സയൻറ്റിസ്റ്റുകൾ അവസാനം എത്തി നിൽക്കുന്നത് പസഫിക് മഹാസമുദ്രത്തിൽ. അവിടുത്തെ താപനില ജലോപരിതലത്തിൽ വളരെ കുറഞ്ഞിരിക്കുന്നു, തണുപ്പ് അധികരിച്ചിരിക്കുന്നു. അതിൻ്റെ പ്രതിഫലനമാണ് UAEയിലും പ്രകടമാവുന്നത് എന്നാണ്. 2-3 ദിവസം കൂടി ഇതേ തണുപ്പുണ്ടാവാം. ഞായറാഴ്ചയോടുകൂടി അന്തരീക്ഷത്തിൽ താപനിലയിൽ മാറ്റമുണ്ടാകും. മെല്ലെ ചെറിയ ചൂടിലേക്ക് പ്രവേശിക്കും. സുഖകരമായ അവസ്ഥ തന്നെയായിരിക്കും ഉണ്ടാവുക. ചെറിയ ചാറ്റൽ മഴ അവിടങ്ങളിൽ, പ്രത്യേകിച്ച് നോർത്തേൺ എമിറേറ്റുകളിൽ ഉണ്ടാകാം ഞായറാഴ്ച എന്നാണ് പറയുന്നത്. തണുപ്പങ്ങനെ പെട്ടെന്ന് പോകുമെന്നാരും പേടിക്കേണ്ട. ഫെബ്രുവരി 10 വരെ വളരെ ആസ്വാദ്യകരമായ UAE ശൈത്യം തുടരുക തന്നെ ചെയ്യും എന്ന് പലവട്ടം NCM വ്യക്തമാക്കിയിട്ടുണ്ട്. ഭാവി സ്വപ്നം കണ്ടുകൊണ്ട് വലിയ ശമ്പളത്തിലൊക്കെ ജോലി ചെയ്യണം എന്നാഗ്രഹിക്കുന്ന കുട്ടികൾ സ്കൂളിലും കോളേജിലും പഠിക്കുന്നവരിപ്പോൾ ഉണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കണം. ലോകത്തിൻ്റെ ഏവിയേഷൻ സ്റ്റഡി പറയുന്നൊരു കാര്യം, അടുത്ത 8 വർഷത്തിനുള്ളിൽ 3 ലക്ഷം പൈലറ്റുമാരെ ഏവിയേഷൻ ഇൻഡസ്ട്രിക്ക് ആവശ്യമുണ്ട് എന്നാണ്. അത് വെറും യാത്രാ വിമാനങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, കാർഗോ സർവീസുകളും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. യാത്രാ വിമാനങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ കുതിച്ചു കയറ്റമാണ് എണ്ണത്തിൽ ഉണ്ടായിരിക്കുന്നത്. കാരണം ഒരുപാട് പേർ യാത്രക്കാരായി മാറുന്നു. ബസ്സിലും തീവണ്ടികളിലുമൊക്കെ യാത്ര ചെയ്തിരുന്നവർ വിമാനങ്ങളിൽ യാത്ര ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു, ലോകം മുഴുവനും. അതുപോലെ എയർ ടാക്സി സംവിധാനം
വളരെ വ്യാപകമായി ഓരോ നഗരങ്ങളിലും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം വെച്ചുകൊണ്ട് 2034 ആകുമ്പോൾ കുറഞ്ഞത് 3 ലക്ഷം പൈലറ്റുമാർ തന്നെ വേണം. അപ്പോൾ എന്തുമാത്രം ക്രൂ അംഗങ്ങൾ വേണം? ഈ ഇൻഡസ്ട്രി അത്രയും സജീവമായി മുന്നോട്ട് പോവുകയാണ്. UAE-യിലാണെങ്കിൽ ദുബായിലിതാ എമിറേറ്റ്സിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു ക്രൂ വില്ലേജ് തന്നെ വരാൻ പോവുകയാണ്. വലിയ തരത്തിൽ കോടിക്കണക്കിന് ദിർഹം ചെലവഴിച്ചു കൊണ്ടുള്ള ക്രൂ വില്ലേജ് വരാൻ പോവുകയാണ്. ഭാവി സ്വപ്നം കണ്ടുകൊണ്ട് അത്തരത്തിൽ വിപുലമായ പരിപാടികളുമായി എമിറേറ്റ്സ് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ നമ്മുടെ കുട്ടികളോട് പറയാനുള്ളത്, എന്താകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോൾ കൃത്യമായി ജോലി കിട്ടാൻ സാധ്യതയുള്ള ഒരു വകുപ്പായി ഈ പൈലറ്റ് സ്റ്റഡി മാറിയിരിക്കുന്നു എന്നർത്ഥം. എങ്കിലും അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ. പല രാജ്യങ്ങളിലും പോയി വലിയ കാശ് കൊടുത്ത് ഈ പൈലറ്റ് പഠനം നടത്തും. തിരിച്ചു വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അവിടങ്ങളിൽ ജോലി കിട്ടാൻ പ്രയാസമാണ് എന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞിരിക്കണം. കാരണം സുരക്ഷാ കാരണങ്ങളാൽ ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് നമ്മുടെ നാട്ടിൽ വന്ന് ജോലി ചെയ്യാൻ ചില പറ്റിയെന്നിരിക്കും. പല രാജ്യങ്ങളും വിദേശികളെ പൈലറ്റുമാരായി ജോലിക്ക് വയ്ക്കാറില്ല എന്ന കാര്യം ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. അത് ഏതൊക്കെ രാജ്യങ്ങൾ ഇതൊക്കെ പഠിച്ചിട്ട് വേണം കൊണ്ട് കാശ് മുടക്കാൻ എന്നുകൂടി സന്ദർഭവശാൽ ഓർമ്മിപ്പിക്കുന്നു. Night updates supported by Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Aryan Bakers, eLessons.net, Explore Education, Kisa Floor Mills, Best Express Cargo, Fira Foods, Dhanvantari Ayurveda, Alusud Cargo, Gold Star Rent-A-Car, Ayurmana Ayurveda, Dr. Rasina Ayurvedic Clinic, Hain Golden Diamonds, Choco World, Abu Dhabi.